നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലിപ്പ് മാട്രസസ്. അകന്നു മാറുന്ന തീരുമാനം. സെൻകുമാർ വിഷയത്തിൽ മലക്കം മറിഞ്ഞ സർക്കാർ. പുനർനിയമനത്തിന് പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് പിന്നാലെ വിധിയിൽ തിരുത്തൽ ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനം. സെൻകുമാറിന്റെ കോടതിയലക്ഷ്യ ഹർജി കോടതി പരിഗണിക്കുന്നത് മറ്റന്നാൾ. സെൻകുമാറിന് പോലീസ് മേധാവിയായി പുനർനിയമനം നൽകുന്നതിൽ സർക്കാരിനെ കുഴക്കുന്നത് കോടതി വിധിയിലെ അവ്യക്തത. സെൻകുമാറിനെ നീക്കിയ ഉത്തരവിനൊപ്പം നടത്തിയ മറ്റു മാറ്റങ്ങളിൽ എന്തു നിലപാട് സ്വീകരിക്കണമെന്നതിൽ അവ്യക്തത. വരാനിരിക്കുന്ന നിയമപ്രശ്നങ്ങളിലും സർക്കാരിന് ആശങ്ക. സെൻകുമാറിനെ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ മേധാവിയായി നിയമിച്ചപ്പോൾ തൽസ്ഥാനത്തു നിന്ന് ജേക്കബ് തോമസിനെ നിയമിച്ചത് വിജിലൻസ് ഡയറക്ടറായി. അവിടെ നിന്ന് ശങ്കർ റെഡ്ഡിയെ മാറ്റിയതും അതേ ഉത്തരവിൽ. കോടതി വിധി ആർക്കെല്ലാം ബാധകമാകുമെന്ന് വിലയിരുത്താൻ കഴിയാതെ സർക്കാർ. ധാരണ കടന്ന സമരം. ഒത്തുതീർപ്പ് ചർച്ചയിലെ ധാരണയ്ക്ക് ശേഷവും സമരം തുടരുന്ന KSRTC ജീവനക്കാരെ നേരിടാൻ കർശന നടപടികളുമായി സർക്കാർ. സമരക്കാരെ അറിയിപ്പ് കൂടാതെ പിരിച്ചുവിടുമെന്ന് താക്കീത്. മാനേജ്മെന്റിന് നോട്ടീസ് പോലും നൽകാതെയുള്ള പ്രതിഷേധം അംഗീകരിക്കാനാവില്ലെന്നും സർക്കാർ. സമരം നേരിടാൻ ഡയസ്നോണും. മെക്കാനിക്കൽ ജീവനക്കാരുടെ ഇരട്ട ഡ്യൂട്ടി എടുത്തുകളഞ്ഞ് ജീവനക്കാർ നടത്തിയ സമരം ഒത്തുതീർക്കാൻ മന്ത്രിതല ചർച്ചയിൽ ധാരണയായത് ഇന്നലെ. ഷിഫ്റ്റ് സമ്പ്രദായം തുടരാൻ തീരുമാനമായെങ്കിലും തൊഴിലാളി സംഘടനകളുമായി സർക്കാർ ഉണ്ടാക്കിയ ധാരണ അംഗീകരിക്കാനാവില്ലെന്ന് ഒരു വിഭാഗം തൊഴിലാളികൾ നിലപാടെടുക്കുകയായിരുന്നു. തിരിച്ചടിക്ക് തയ്യാറെടുത്ത്. ഇന്ത്യൻ സൈനികരുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ പാക് നടപടിയിൽ ശക്തമായി തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സൈനികരുടെ ശിരച്ഛേദം നടത്തിയ കിരാത നടപടിക്ക് തക്കതായി തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. അതിനിടെ സൈനികരുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന ഇന്ത്യൻ വാദം തള്ളി പാകിസ്ഥാൻ. ശത്രുരാജ്യത്തിന് ഏത് തരത്തിലുള്ള തിരിച്ചടി നൽകാനും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകുമെന്ന് മന്ത്രി അരുൺ ജെയ്റ്റ്ലി. തീർത്തും നിന്ദ്യമായ നടപടി സംസ്കാരത്തിന്റെ എല്ലാ പരിധികളും ലംഘിക്കുന്നതെന്ന് DGMO ലഫ്റ്റനന്റ് ജനറൽ AK ഭട്ട്. അതേസമയം പാകിസ്ഥാനെ നേരിടുന്നതിൽ കേന്ദ്രം ആത്മാർത്ഥത കാട്ടുന്നില്ലെന്ന് ശിവസേന. പ്രധാനമന്ത്രി ഗൺ കി ബാത്ത് ചെയ്യണമെന്ന് ഉദ്ധവ് താക്കറെ. ഭീകരർക്കെതിരെ നിലപാട് കടുപ്പിക്കുന്നതിനിടെ ജമ്മു കാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം. പൂഞ്ച് ജില്ലയിലെ മെന്ദർ മേഖലയിൽ പാക് റേഞ്ചേഴ്സിന്റെ കനത്ത വെടിവയ്പ്. അതിനിടെ ഷോപ്പിയാനിലെ പോലീസ് പോസ്റ്റ് അതിക്രമിച്ചു കയറിയ ഭീകരർ തോക്കുകളുമായി രക്ഷപ്പെട്ടു. ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. പ്രകോപനം കരസേനാ മേധാവിയുടെ ശ്രീനഗർ സന്ദർശനത്തിന് തൊട്ടുപിന്നാലെ. വീര്യം കൂടുന്ന വെല്ലുവിളി. ട്രംപിനെ വെല്ലുവിളിച്ച് വീണ്ടും കിം ജോങ്. ശത്രുതാ മനോഭാവം തുടരാനാണ് അമേരിക്കയുടെ ഭാവമെങ്കിൽ അണ്വായുധ പ്രയോഗം ഉടനുണ്ടാകുമെന്ന് ഉത്തര കൊറിയൻ മുന്നറിയിപ്പ്. കിം ജോങ് ഉന്നിനെ പ്രകോപിപ്പിച്ചത് US ദക്ഷിണ കൊറിയ സംയുക്ത സൈനികാഭ്യാസവും ഉത്തര കൊറിയൻ തീരത്ത് US മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിച്ചതും. നിലവിലെ സാഹചര്യത്തിൽ ആരും സുരക്ഷിതരല്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉത്തര കൊറിയയുടെ വെല്ലുവിളി സ്വീകരിക്കുന്നതായി അമേരിക്ക. സാഹചര്യം അനുകൂലമായ കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്നും പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് ആക്കം കൂട്ടിയത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ കോൾ വിൻസൺ കൊറിയൻ തീരത്തെത്തിയത്. ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന് ചൈന. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലിപ്പ് മാട്രസസ്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്കൂർ ശേഷം. നമസ്കാരം.